ഈശ്വർ മാൽപേ നാളെ ഷിരൂർ വിട്ടുപോകുമെന്ന വാർത്ത പരക്കാൻ തുടങ്ങിയതോടെ അർജുൻ്റെ കുടുംബത്തിനും വല്ലാത്ത ഉത്കണ്ഠയുണ്ട്. ഇപ്പോൾ ഷിരൂരിൽ നിന്ന് അർജുൻ്റെ സഹോദരി അഞ്ജു നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അല്പനിമിഷങ്ങൾക്കകം ചേരുമെന്നാണ് വിശ്വാസം. അഞ്ജുവിൻ്റെ അഭിപ്രായം എന്താണ് നമുക്ക് നേരിട്ട് ചോദിക്കുക തന്നെ ചെയ്യാം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 13:27. ശരിക്കും ഈശ്വർ മാൽപേ പറയുന്ന അദ്ദേഹത്തിന് ഒരു കാരണവശാലും ഷിരൂർ ഇട്ടു പോകണമെന്ന് താല്പര്യമില്ല. വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം ഈ കാര്യത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഡ്രഡ്ജർ കമ്പനി സഹകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെ നിസ്സഹകരണം തുടർന്നാൽ അദ്ദേഹം ഷിരൂർ വിട്ടുപോകും. ഇപ്പോൾ അർജുൻ്റെ സഹോദരി നമുക്കൊപ്പം ഷിരൂരിൽ നിന്ന് ചേരുകയാണ്. അഞ്ജു, യഥാർത്ഥത്തിൽ ഈശ്വർ മാൽപേയുടെ പ്രസ്താവന വന്നു കഴിഞ്ഞു. ഡ്രഡ്ജിങ് കമ്പനി അദ്ദേഹത്തോട് സഹകരിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നാളെ അദ്ദേഹം ഷിരൂരിലെ ഈ ദൗത്യം അവസാനിപ്പിച്ച് പോകുമെന്നാണ് പറയുന്നത്. സാർ, നമ്മളെന്താണെന്ന് വെച്ചാൽ ഡൈവിങ് പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് രണ്ടാം ഘട്ടം അവസാനിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഡ്രഡ്ജർ കൊണ്ടുവന്നാൽ ഇനിയുള്ള തെരച്ചിൽ സാധ്യമാവുമെന്ന് പറഞ്ഞത്. അപ്പം ഡ്രഡ്ജർ കൊണ്ടുവന്ന് അപ്പം ഒരു ഭാഗത്ത് ഡ്രഡ്ജിങ് നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഡൈവിങ് നടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഡൈവിങ് നടക്കുമ്പം അവിടെ എന്തെങ്കിലും കിട്ടുമ്പം ഡ്രഡ്ജിങ്ങിൻ്റെ ആക്ടിവിറ്റി മൊത്തം നിർത്തി ആ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വിലപ്പെട്ട സമയം പോകുന്നുണ്ട്. അപ്പം ഡൈവിങ് ഒരു ഭാഗത്ത് നടക്കട്ടെ, ഡ്രഡ്ജിങ് ഒരു ഭാഗത്ത് നടക്കട്ടെ എന്നാണ് നമ്മുടെ ആവശ്യം. അഞ്ജു, യഥാർത്ഥത്തിൽ അഞ്ജുവിന് ഈശ്വർ മാൽപേയോട് സംസാരിക്കാൻ പറ്റുമോ? കാരണം അദ്ദേഹം വളരെ നിരാശയോടാണ് നമ്മോട് സംസാരിച്ചത്. കാരണം അദ്ദേഹത്തെ അവിടെ നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ശരിക്കും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള തെരച്ചിൽ അവിടെ നടക്കട്ടെ. അത് നമ്മൾ ആവശ്യപ്പെടുന്ന മീൻസ് വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം തെരച്ചിൽ നടത്തുന്ന സമയത്ത് ഈ ഡ്രഡ്ജിങ് നിർത്തിവെക്കുന്നതിനോടാണ് നമുക്ക് താല്പര്യം അനുയോജിക്കാൻ പറ്റാത്തത്. ഈ ഡ്രഡ്ജിങ് കമ്പനിയുടെ നിലപാട് എന്താണ് അഞ്ജു? യഥാർത്ഥത്തിൽ ഈ ദൗത്യത്തിൽ അവർ ആത്മാർത്ഥമായി സഹകരിക്കുന്നില്ലേ? സഹകരിക്കുന്നുണ്ട് സാർ. ഇപ്പം അവർ ഡൈവ് ചെയ്തിട്ടുണ്ട്, കുറച്ച് അവരുടെ ആളുകൾ ഡൈവ് ചെയ്തിട്ട് ഇപ്പം ഒരു റേഡിയേറ്ററിൻ്റെ എന്തോ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കൺഫേം ചെയ്താലേ നമുക്ക് ആ ഒരു ഭാഗത്ത് ഒന്നും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നലെ സ്ട്രോങ് സിഗ്നൽ കിട്ടിയ ആ ഭാഗത്തേക്ക് ഉച്ചയ്ക്ക് ശേഷം പോകുന്നതായിരുന്നു പറഞ്ഞത്. ആ ഭാഗത്തേക്ക് പോകുന്ന കാരണം വേലി ഇറക്ക സമയത്ത് വെള്ളം കുറയുന്ന സമയത്ത് ആ ഭാഗത്ത് നോക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോഴേക്കാണ് അപ്പുറ ഭാഗത്ത് ഡൈവിങ് ചെയ്ത് അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ട് അപ്പോൾ ആ സമയം മൊത്തം അങ്ങോട്ട് പോയി. ഉച്ചയ്ക്ക് ശേഷം നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഈ സ്ട്രോങ് സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തന്നെ കയറൊക്കെ ആദ്യം കണ്ട് കിട്ടിയ ഭാഗത്ത് തന്നെ തെരച്ചിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ ഇന്നലെ ആ ചെറിയ ഓരോ സാധനങ്ങൾ കിട്ടി. വണ്ടിയുടേന്ന് നമ്മളും പറഞ്ഞത് അതാണ്, അത് വണ്ടി നമ്മളതാണ് കൺഫേം ചെയ്യണമെങ്കിൽ പൊക്കിയാലേ ആവുള്ളൂ. പക്ഷേ ആ ഒരു സമയങ്ങളൊക്കെ അവിടെ വെറുതെ ആയിപ്പോയി. അപ്പോൾ അത് ഉണ്ടാവരുത്. അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ആ സ്ട്രോങ് സിഗ്നൽ കിട്ടിയ ഭാഗത്തേക്ക് ഡ്രഡ്ജർ എത്തിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നലെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ രീതിയിലുള്ള തെരച്ചിലാണ് നടത്തുന്നത്. രാവിലെ 1 മണിക്കൂറെങ്ങാനും വൈകിട്ടാണ് അവരെത്തിയത്. എന്നാൽ കൂടി ഇപ്പം നല്ല രീതിയിൽ തന്നെ അവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഡൈവ് ചെയ്തിട്ടാണ് അവർ നോക്കുന്നത്, അവരുടെ ആളുകൾ തന്നെ. താഴെ ഭാഗത്ത് ഈശ്വർ മാൽപേ സാറും അവരും ഡൈവ് ചെയ്യുന്നുണ്ട്. ഇന്ന് അഞ്ജുവിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? കാരണം ഇന്നെന്തോ ഒരു സംഭവം കിട്ടിയെന്ന് അഞ്ജു പറഞ്ഞല്ലോ. അത് ഇവർ വണ്ടി ഉടമകൾ ആരെങ്കിലും വന്നിട്ടൊന്ന് കൺഫേം ചെയ്യണം നമ്മുടെ വണ്ടീൻ്റെ ആണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ഈ ഭാഗത്തേക്ക് അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അഞ്ജു, കേൾക്കാൻ കഴിഞ്ഞു. ഇന്ന് റേഡിയേറ്ററിന്റെ അംശം കണ്ടെത്തിയെന്നാണല്ലോ അഞ്ജു പറഞ്ഞത്. ഇന്ന് അഞ്ജുവിൻ്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഈ കാര്യത്തിൽ? അതെ അല്ല, എത്രയും പെട്ടെന്ന് ആ സ്ട്രോങ് സിഗ്നൽ കിട്ടിയ ഭാഗത്ത് തന്നെ ഡ്രഡ്ജിങ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ നമ്മുടെ ലോറി കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്നുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത്. ഓക്കെ അഞ്ജു, എനിക്കറിയാം അഞ്ജുവിൻ്റെ മാനസിക വിഷമങ്ങൾ എനിക്കറിയാം. എന്തായാലും ഇതിൽ എന്താണ് അർജുന് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ താല്പര്യമുണ്ട്. നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം അഞ്ജു. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ മോർണിംഗ് ഷോ. കർണാടകയിലെ ഷിരൂരിൽ നിന്ന് അർജുൻ്റെ സഹോദരി അഞ്ജുവാണ് നമുക്കൊപ്പം ചേർന്നത്. വളരെ പ്രതീക്ഷയോടെയാണ് ഈ കുടുംബം അവിടെ തുടരുന്നത്.